CPOൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ടുള്ള BNS ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം പഠിക്കാൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് IPCന്ന് BNSലേക്ക് മാറിയപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കാം. ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിലെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്രമായ നിയമമാണ് BNS എന്ന് പറയുന്നത്. അതായത് നമ്മുടെ IPCയിൽ എന്താണ് ഒരുപാട് കാലം മുമ്പത്തെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിലെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ BNS എന്ന് പറയുന്നത്. BNSൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? IPC ആണ്. BNSൻ്റെ മുൻഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡാണ്. 162 വർഷം മുമ്പ് പഴക്കമുള്ള നിയമമാണ് IPC എന്ന് പറയുന്നത്. IPC രൂപീകരിച്ചത് ഏതാണ്? 1860 IPC രൂപീകരിച്ച വർഷം. അത് നിലവിൽ വന്നത് എന്നാണ്? 1862 ജനുവരി 1 നിലവിൽ വന്നത്. അപ്പോൾ 1860 രൂപീകരിച്ചു ഇത് IPC. BNSൻ്റെ മുൻഗാമിയായിട്ടുള്ള IPC 1860 രൂപീകരിച്ചു. അത് നിലവിൽ വന്നത് 1862 ജനുവരി 1. ഈ IPCയുടെ രൂപീകരണ കമ്മീഷൻ എന്ന് പറയുന്നത് മെക്കാളെ കമ്മീഷനായിരുന്നു IPCയുടെ രൂപീകരണ കമ്മീഷൻ. ഫാദർ ഓഫ് IPC, ഇന്ത്യൻ പീനൽ കോഡിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? മെക്കാളെയാണ്. 1834 ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1834 IPC രൂപീകരണ കമ്മീഷൻ ആയിട്ടുള്ള മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് എന്ത് IPC രൂപീകരിച്ചിട്ടുള്ളത്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം. അടുത്താണ് ആദ്യത്തെ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നായിരുന്നു? 1837 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ആദ്യ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1837. രൂപീകരണ സമയത്ത് ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെനഡിക്ട് ആയിരുന്നു. ബെനഡിക്ട് പ്രഭു ആയിരുന്നു രൂപീകരണ സമയത്ത് ഇന്ത്യൻ ഗവർണർ ജനറൽ. അതുപോലെ IPC സൈൻ ചെയ്ത വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ്. IPC സൈൻ ചെയ്ത വൈസ്രോയി ആണ് കാനിങ് പ്രഭു. അപ്പോൾ ഒന്നുകൂടി നോക്കി നോക്കാം. നമ്മുടെ BNSൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് IPC ആണ്. ഇന്ത്യൻ പീനൽ കോഡ് 162 വർഷം പഴക്കമുള്ള നിയമമാണ്. അത് IPC രൂപീകരിച്ചത് 1860 നിലവിൽ വന്നത് 1862 ജനുവരി 1. IPC രൂപീകരണ കമ്മീഷൻ ഏതായിരുന്നു? മെക്കാളെ കമ്മീഷനാണ് IPC രൂപീകരണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് IPC എന്നറിയപ്പെടുന്നത് മെക്കാളെയാണ്. 1834 ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1837. രൂപീകരണ സമയത്ത് ഇന്ത്യൻ ഗവർണർ ജനറൽ വില്യം ബെനഡിക്ട് പ്രഭു ആയിരുന്നു. രൂപീകരണ സമയത്ത് ഇന്ത്യൻ ഗവർണർ ജനറൽ വില്യം ബെനഡിക്ട് പ്രഭു ആണ്. IPC സൈൻ ചെയ്ത വൈസ്രോയി ആരായിരുന്നു? IPC സൈൻ ചെയ്ത വൈസ്രോയി എന്ന് പറയുന്നത് കാനിങ് പ്രഭു ആണ്. ഇത്രയും നമ്മൾ പഠിച്ചത്. അടുത്തെന്ന് പറയുന്നത് 23 അധ്യായങ്ങളും 511 സെക്ഷൻസും ആണ് എന്തിലുണ്ടായിരുന്നത്? IPCയിൽ ഉണ്ടായിരുന്നത്. 23 അധ്യായം 511 സെക്ഷൻസ്. ഇത്രയാണ് IPC രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നത്. 23 അധ്യായം 511 സെക്ഷൻസ്. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടുകൂടി ഇന്ത്യൻ ശിക്ഷാ നിയമം ജമ്മു കാശ്മീരിലും ബാധകമായി. അപ്പോൾ ജമ്മു കാശ്മീരിൽ ആദ്യം ഏത് നിയമമാണ് ഉണ്ടായിരുന്നത്? റൺവീർ പീനൽ കോഡാണ് ഉണ്ടായിരുന്നത്. റൺവീർ പീനൽ കോഡാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീരിൽ പുനഃസംഘടന നിയമം നിലവിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ജമ്മു കാശ്മീരിലും ബാധകമായി മാറിയത്. അതുപോലെ അടുത്ത് പഠിക്കാനുള്ളത് ഫസ്റ്റ് ബില്ല് അവതരിപ്പിച്ചത്. അതായത് നമ്മൾ 2023 BNSന് വേണ്ടിയിട്ട് ആദ്യത്തെ ബില്ല് അവതരിപ്പിച്ചത് എന്നാണ്? 2023 ഓഗസ്റ്റ് 11 ആദ്യത്തെ ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ BNSൻ്റെ ആദ്യത്തെ ബില്ല് അവതരിപ്പിക്കുന്നത് 2023 ഓഗസ്റ്റ് 11 അമിത്ഷാ ആണ്. 2023 ഓഗസ്റ്റ് 11 ആദ്യത്തെ ബില്ല് അവതരിപ്പിക്കുന്നത്. സെക്കൻഡ് ബില്ല്, അപ്പോൾ അതിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിരുത്തിക്കൊണ്ട് 2023 ഡിസംബർ 12 രണ്ടാമത് ബില്ല് സമർപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബില്ല് 2023 ഡിസംബർ 12. ആദ്യ ബില്ല് അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. ഇപ്പോൾ 11ഉം 12ഉം അല്ലേ? അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 2023 ഓഗസ്റ്റ് 11 ആദ്യ ബില്ല്, 2023 ഡിസംബർ 12 രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചു. ഇത് ലോകസഭ അംഗീകരിച്ചത് എപ്പോഴാണ്? 2023 ഡിസംബർ 20 ലോകസഭ അംഗീകരിക്കുന്നത്. രാജ്യസഭ അംഗീകരിച്ചത് ഡിസംബർ 21.
12 തിരിച്ചിട്ട് കഴിഞ്ഞ് 21 അതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ രാഷ്ട്രപതി അംഗീകരിച്ചത് എപ്പോഴാണ് ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25 നമ്മൾ മറക്കില്ല അല്ലേ, ക്രിസ്മസിൻ്റെ അന്ന്. അപ്പോൾ 2023 ഡിസംബർ 25 രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു BNSന്റെ ബില്ല് സൈൻ ചെയ്തത്. അതിൽ BNSൽ എത്ര അധ്യായങ്ങൾ? 20 അധ്യായങ്ങളും 358 സെക്ഷൻസും ആണുള്ളത്. 20 അധ്യായങ്ങളും 358 സെക്ഷൻസ്. നേരത്തെ എത്രയായിരുന്നു? 20 അധ്യായങ്ങളും 511 സെക്ഷൻസും ആയിരുന്നു IPCയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ സെക്ഷൻസിൻ്റെ എണ്ണവും അധ്യായത്തിൻ്റെ എണ്ണവും കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BNSലേക്ക് വരുമ്പോൾ 20 അധ്യായങ്ങളും 358 സെക്ഷൻസ് ആയിട്ട് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ ബാധകമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഈ BNSന്റെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലിംഗഭേദമന്യേ എന്ത് ബാധകമാണ്? നമ്മുടെ BNS ബാധകമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലിംഗഭേദമന്യേ ഈ നിയമം ബാധകമാണ്. കോടതി അസാധുവാക്കിയ കുറ്റകൃത്യങ്ങൾ നീക്കം ചെയ്തു. അതായത് IPCയിലെ ചില കുറ്റങ്ങൾ കോടതി അസാധുവാക്കിയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളായിട്ട് പ്രകൃതി വിരുദ്ധ സെക്സ് എന്നുള്ളതൊക്കെയും അസാധുവാക്കിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അതെല്ലാം ഇപ്പം നമ്മൾ പുതിയ BNSലേക്ക് വന്നപ്പോൾ അതൊക്കെ നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറ്റകൃത്യങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചു. അതായത് പല കുറ്റകൃത്യങ്ങൾക്കും പിഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 3 ലക്ഷം ഉണ്ടായിരുന്നത് അത് 4 ലക്ഷമായി വർദ്ധിപ്പിക്കുക. അതായത് എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ പിഴ എത്രയാണോ ഉണ്ടായിരുന്നത് അത് വർദ്ധിപ്പിച്ചു. സ്വകാര്യ പ്രതിരോധ അവകാശം വിപുലീകരിക്കപ്പെട്ടു. ഇപ്പോൾ സ്വകാര്യ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രതിരോധമാണ് സ്വകാര്യ പ്രതിരോധം. അപ്പോൾ ഇത്തരം സ്വകാര്യ പ്രതിരോധങ്ങൾ കുറച്ചും കൂടി നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് അത് തെറ്റല്ല എന്നുള്ള പോലെ അതിൻ്റെ കുറച്ചും കൂടി നിയമങ്ങൾ നിലവിൽ വന്നു. അതാണ് വിപുലീകരിച്ചു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലിംഗഭേദമന്യേ ഈ നിയമം ബാധകമായി. കോടതി അസാധുവാക്കിയ കുറ്റകൃത്യങ്ങൾ നീക്കം ചെയ്തു. കുറ്റകൃത്യങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചു. സ്വകാര്യ പ്രതിരോധ അവകാശം വിപുലീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ. ഇനിയാണ് നമ്മൾ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് കടക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 2023, അതായത് BNSലേക്ക് കടക്കുന്നത് എപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെയുള്ളത് എന്താണ്? ഡെഫിനേഷൻസും ജനറൽ എക്സ്പാൻഷൻസും തന്നെയായിരിക്കും. എല്ലാ IPCയിലായാലും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ വകുപ്പുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിൽ ചെറിയ കോഡുകളൊക്കെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളതും പിന്നെ കുറേ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ ആ കോഡ് വെച്ച് പഠിക്കാം, ഇല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അല്ലാണ്ട് ആ കണക്ട് ചെയ്യുന്ന കോഡുകൾ കാണാപ്പാഠം പഠിച്ച് മാത്രം ചെയ്യരുത്, കാരണം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ കേട്ടോ. നമുക്ക് ആദ്യത്തെ പഠിക്കാം. സെക്ഷൻ 2 3ാമത്തെ സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. 2-3 എന്താണ്? ചൈൽഡ് എന്ന് വെച്ചാൽ കുട്ടി. ആരാണ് കുട്ടി? അല്ലെങ്കിൽ കുട്ടി എന്നതുകൊണ്ട് നമ്മുടെ നിയമം അർത്ഥമാക്കുന്നത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും നമ്മൾ എന്തായിട്ടാണ് കണക്ക് കൂട്ടുന്നത്? കുട്ടിയായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോഡ് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ 2-3 കുട്ടിക്ക് അറിയില്ല, ചെറിയ കുട്ടികൾക്ക് അറിയില്ല എന്ന് പറയില്ല. അപ്പോൾ അത് വെച്ചിട്ട് 2-3 കുട്ടിക്ക് അറിയില്ല. അപ്പോൾ സെക്ഷൻ 2-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അടുത്താണ് 2-4. 2-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജൻ. അതായത് ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തി വഞ്ചന നടത്തുന്ന വ്യക്തിനെയാണ് വ്യാജം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പേന കാട്ടിയിട്ട് അത് ഇത്ര വർഷം മുമ്പ് അല്ലെങ്കിൽ ഇന്ന യുദ്ധത്തിലുണ്ടായിരുന്ന പേനയാണ്, അല്ലെങ്കിൽ ഇന്ന രാജാവ് അത് എഴുതിയിരുന്ന പേനയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വ്യാജം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ 2നെ ഇരട്ടിയാണ് അല്ലേ, ഇരട്ടിച്ച് പറയുന്നതാണ് 4. അതായത് ചില ആളുകളുണ്ടല്ലോ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ ഇരട്ടിച്ച് പറയാന്ന് പറയുന്നത്. അപ്പോൾ 2ന്റെ ഇരട്ടിയാണ് 4. അപ്പോൾ അത് ഇതല്ല, അത് മറ്റേതാണ് ഇരട്ടിച്ച് പറയുന്നത്, ഒരു വ്യാജം ആണല്ലോ അത്. അപ്പോൾ ആ രീതിക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ 2-4 എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജം എന്നാണ് അർത്ഥം. ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തി വഞ്ചന നടത്തുന്ന വ്യക്തിനെയാണ് നമ്മൾ വ്യാജൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതാണ് 2-8. 2-8 എന്ന് പറഞ്ഞാൽ എന്ത്? രേഖയാണ്, ഡോക്യുമെൻ്റ്. എന്താണ് രേഖ എന്നാണ് 2-8 പറയുന്നത്. തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ, അക്കങ്ങൾ, അടയാളങ്ങൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? രേഖ എന്ന് പറയാം. അതായത് നിലവിൽ നമുക്ക് തെളിവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് രേഖ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ പേപ്പേഴ്സ് ആയാലും ഇലക്ട്രോണിക് ഡിവൈസസ്, ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ എന്തായാലും നമുക്ക് രേഖ എന്ന് പറയാനായിട്ട് പറ്റും.
അപ്പോൾ ഇതെങ്ങനെയൊന്ന് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കെട്ടായിട്ടൊക്കെ നമ്മൾ വല്ല ഓഫീസിലൊക്കെ പോകുമ്പോൾ കെട്ടായിട്ട് വെക്കുന്ന കാണുന്നത് ഡോക്യുമെൻറ്റ്സ് ആണല്ലോ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കെട്ടുകളിലൊക്കെ ആയിട്ട് വെക്കുന്നുണ്ടാവുക ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ രണ്ടിൽ കെട്ടുന്ന ചെട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ അടുത്താണ് 2-13. അടുത്ത് പറയുന്നത് 2-13 2-13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിക്ക് അഭയം, ഭക്ഷണം, പാനീയം, പണം, വസ്ത്രം, ആയുധം, വെടിമരുന്ന്, വാഹനമാർഗങ്ങൾ എന്നിവ നൽകി സഹായിക്കുന്നതിനെയാണ് അഭയം നൽകുക എന്ന് പറയുക. ഇപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിനെ നമ്മൾ വീട്ടിൽ താമസിപ്പിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ അഭയം കൊടുക്കുകയാണല്ലോ. അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് പണവും വസ്ത്രമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയും എന്ത് തന്നെയാണ്, ഒരു നിയമപരമായി നോക്കുമ്പോൾ കുറ്റം തന്നെയാണ്. അപ്പോൾ 2-13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം നൽകുന്നതിലാണ്. ഒരു വ്യക്തിക്ക് അഭയം, ഭക്ഷണം, പാനീയം, പണം, വസ്ത്രം, ആയുധം, വെടിമരുന്ന്, വാഹന മാർഗങ്ങൾ എന്നിവ നൽകി സഹായിക്കുന്നതും നിയമപരമായി തെറ്റാണ്. 2-13 അഭയം വരുന്നത്. ഇതെങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് നമ്മൾ അഭയം കൊടുക്കുക. ബാ ആണല്ലോ, അതായത് 13 എഴുതുമ്പോൾ ഒരു ബാ പോലെ ഉണ്ടല്ലോ. അപ്പോൾ അഭയം ആലോചിക്കുക. ജസ്റ്റ് ചെറിയൊരു കണക്ഷനാണ്, പറ്റുമോ നോക്കും കേട്ടോ. അപ്പോൾ 2-13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം നൽകലാണ്. ഇനി അടുത്താണ് 2-14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്ക്. ഒരു വ്യക്തിക്ക് ശരീരത്തിലോ മനസ്സിലോ പ്രശസ്തിയിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തി വെക്കുന്ന ഏതൊരു ദോഷവും പരിക്ക് എന്ന് തന്നെയാണ് പറയുക. അതായത് ഇപ്പം നമ്മൾ ഒരു വ്യക്തിനെ അടിച്ച് കാലൊടിച്ചിടുക, കൈ ഒടിച്ചിടുക, അത് മാത്രമല്ല നമ്മൾ പരിക്കിൽ പരിഗണിക്കുക. ഒരു വ്യക്തിനെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവരുടെ പ്രശസ്തിയിലോ സ്വത്തിലോ എന്തിലും നമ്മൾ നിയമവിരുദ്ധമായിട്ട് അവർക്കൊരു ദോഷം വരുത്തി കഴിഞ്ഞാലും അത് അവരുടെ പരിക്കായിട്ട് തന്നെ ആണ് കണക്ക് കൂട്ടുക. ഇപ്പം ജസ്റ്റ് അതിനെ നമ്മൾ ചിന്തിച്ച് വയ്ക്കുക. നമുക്ക് 2 പേര് 14-കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു. ആ ഒരു ജസ്റ്റ് 2 പേര് 14-കാരനെ ഇടിച്ച്, കാരണം 2 വലിയ ആൾക്കാരാണ്. അവർക്ക് ഈ 14-കാരനൊക്കെ പറയുമ്പോൾ ചെറിയ ആളാണല്ലോ. അപ്പം ആളിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്ക് എന്ന് ആലോചിക്കുക. അപ്പം 2-14 പരിക്ക്. അടുത്തതാണ് 2-28 പൊതുപ്രവർത്തകൻ, പബ്ലിക് സർവൻ്റ് ആണ് 2-28 എന്ന് പറയുന്നത്. സർക്കാർ സേവനവും ശമ്പളമോ അല്ലെങ്കിൽ പൊതു കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഫീസോ കമ്മീഷനോ വഴി പ്രതിഫലം ലഭിക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ്, പൊതുപ്രവർത്തകനാണ്. സർക്കാർ സേവനം ചെയ്യുന്നതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നതോ അല്ലെങ്കിൽ പൊതു കർത്തവ്യം നിർവഹിക്കാനായിട്ട് ഫീസായിട്ടോ കമ്മീഷനായിട്ടോ പ്രതിഫലം ലഭിക്കുന്നതായ ഏതൊരു വ്യക്തിയും എന്ത് തന്നെയാണ്, പബ്ലിക് സർവൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 28 ദിവസം, അതായത് ഒരു മാസം കഴിഞ്ഞാൽ 28 ദിവസം ഒരു പൊതുപ്രവർത്തകന് വർക്ക് ചെയ്യാം. ആ ഒരു രീതിക്ക് ചിന്തിക്കുക. കൂടുതൽ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം 2-28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തകനാണ്, പബ്ലിക് സർവൻ്റ് ആണ്, സർക്കാർ സേവനം ശമ്പളം അല്ലെങ്കിൽ പൊതുകർത്തവ്യം നിർവഹിക്കാനായിട്ട് ഫീസോ കമ്മീഷനോ വഴി പ്രതിഫലം ലഭിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്തെന്ന് തന്നെ പറയാനായിട്ട് പറ്റും, പൊതുപ്രവർത്തകനായിട്ട് പറയാൻ പറ്റും. പിന്നെ അടുത്തതാണ് 3-5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പൊതു ഉദ്ദേശം നിലനിർത്തിക്കൊണ്ട് നിരവധി പേര് ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിൽ ഓരോ വ്യക്തിയും അത് താൻ മാത്രം ചെയ്ത പോലെ തന്നെ ആ പ്രവൃത്തിക്ക് ബാധ്യസ്ഥനാണ്. അതായത് ഇപ്പം നമ്മളൊരു ഒരാൾ ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു. ആ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തി മാത്രമല്ല, ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ചിലപ്പോൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിനൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൂടി എന്താണ്, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന അവർ ഒരുമിച്ച് തീരുമാനം എടുത്തതാണല്ലോ. മറ്റേ വ്യക്തിയാണ് അത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇതിൽ ഓരോരുത്തരും എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആ കുറ്റത്തിന് എന്താണ്, അർഹരാണ്. അല്ലെങ്കിൽ അവർക്ക് ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള ഓരോരുത്തർ ചെയ്ത പോലെയുള്ള ശിക്ഷ കിട്ടും. അതാണ് 3-5 പറയുന്നത്. ഇതിൽ ഇപ്പോൾ 3 പേര് കുറ്റം ചെയ്തെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിൽ 5 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടും. ശരിക്കും ഇതിൽ വേറെ രീതിക്ക് ആലോചിക്കും. നമ്മൾ പറയില്ലേ, 3 പേര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന മാതിരി 3-5 അങ്ങനെ വിചാരിക്കാം. വേറെ രീതിയിലൊന്നും എടുക്കരുത്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പൊട്ട കോഡുകളാണ് കേട്ടോ. ഓർത്തിരിക്കുക, അല്ലാത്തൊരു നോർമലായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഇനി അടുത്താണ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷകൾ. അപ്പം നല്ല ശിക്ഷ കിട്ടും. നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശിക്ഷ കിട്ടും. അപ്പം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷകളാണ്. അതായത് നല്ല ശിക്ഷ കിട്ടും. ഒരു കുറ്റവാളി ആൾക്ക് എന്തൊക്കെ രീതിയിൽ ശിക്ഷകൾ കിട്ടാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നമ്മുടെ അവിടെ ലഭിക്കുന്ന ശിക്ഷ എന്താ, മരണം അല്ലേ. മരണശിക്ഷ വിധിക്കാം, ജീവപര്യന്തം നൽകും. അതുപോലെ തടവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ്. കഠിനമായ തടവും ഉണ്ടാവും, ലളിതമായ തടവും ഉണ്ടാവും.
സ്വത്ത് കണ്ടെത്തൽ. ഇപ്പോൾ ഒരു കുറ്റം ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ ആളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു കുറി നടത്തി നമ്മൾ ആരെങ്കിലുമൊക്കെ പറ്റിച്ചു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വത്ത് കണ്ടെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് പ്രശ്നം വെച്ചിട്ടുള്ള ആളുകൾക്ക് ആ സ്ഥലം വിറ്റിട്ടോ എന്ത് ചെയ്യും, ഗവൺമെൻറ് അതിനുള്ള പൈസ കൊടുക്കും. അത്തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതുപോലെ പിഴ ചുമത്താം. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി സേവനം, അതായത് ഇപ്പോൾ നമ്മൾ അത് നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ കുറവുള്ളത്. ശരിക്കും പറഞ്ഞാൽ പല രാജ്യങ്ങളിലും കമ്മ്യൂണിറ്റി സേവനം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ഇത്ര ദിവസം ഇത്ര മണിക്കൂർ അവർ ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അവർ വേറെ ശിക്ഷകൾ കൊടുക്കില്ല. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി സേവനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 പറഞ്ഞ എന്താ ശിക്ഷകളാണ്, കുറ്റവാളിക്ക് ബാധ്യതയുള്ള ശിക്ഷകൾ എന്തൊക്കെയാണ്? മരണം, ജീവപര്യന്തം, തടവ് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനമായ തടവും ലളിതമായ തടവും പെടും, സ്വത്ത് കണ്ടെത്തൽ, പിഴ, കമ്മ്യൂണിറ്റി സേവനം, ഇതൊക്കെയാണ് ശിക്ഷയിൽ പെടുന്നത്. ഇനി അടുത്താണ് 11. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്ത തടവിനെയാണ് 11 പറയുന്നത്. 11 പറഞ്ഞാൽ കഠിന തടവിന് ശിക്ഷിക്കാൻ വിധിച്ച കുറ്റവാളികളെ തടവിന്റെ ഏതെങ്കിലും ഭാഗം ഏകാന്ത തടവിന് ഉത്തരവിടും. അപ്പോൾ ലളിതമായ തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് പറ്റില്ല. അത് കഠിനമായ തടവിന് ശിക്ഷിക്കാൻ വിധിച്ച കുറ്റവാളികളിൽ അവർക്ക് വിധിച്ച ആ ഇതിനനുസരിച്ചിട്ട് എത്ര നാൾക്കാണ് അവർക്ക് വിധിച്ചത് നോക്കിയിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏകാന്ത തടവിന് ഉത്തരവിടാൻ പറ്റും. ഇപ്പോൾ ഒരാളിന് 6 മാസത്തേക്കാണ് കഠിന തടവ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അതിലൊരു മാസം ഏകാന്ത തടവിടാം. 6 മാസമാണ് അല്ലെങ്കിൽ 6 മാസത്തിന് കൂടുതലാണ് ഒരു വ്യക്തിനെ എന്ത് ചെയ്തിട്ടുള്ളത്, കഠിന തടവിന് വിധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസം വരെ അവരെ ഏകാന്ത തടവിന് ഇടാൻ പറ്റും. ഇല്ല 1 വർഷം വരെയാണ്, 1 വർഷത്തിന് മേലെയാണ് അവരിനെ കഠിന തടവിനെ ശിക്ഷിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും, ഏകാന്ത തടവിന് ഇടാനായിട്ട് പറ്റും. ഏകാന്ത തടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരും കാണാൻ പറ്റില്ല, ഒറ്റയ്ക്കായിരിക്കും, ഒരു സെല്ലിലായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാന്ത തടവ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ വിചാരിക്കാമല്ലോ. ഏകാന്ത തടവ് ഒറ്റയ്ക്ക് 11 ഒറ്റയ്ക്ക് ഏകാന്ത തടവ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ.